ചിക്കൻ്റെ ലെഗ് പീസ് വരുന്ന ഭാഗങ്ങൾ ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. എങ്കിലേ അതിനകത്ത് മസാലകൾ നന്നായിട്ട് പിടിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് അതുപോലെ രണ്ട് ലെഗ് പീസ് ഉണ്ട് ഇതിന്. അപ്പോൾ രണ്ടും ഞാൻ നന്നായി വരഞ്ഞു കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഗ്രിൽ ചിക്കൻ ആവശ്യമായിട്ടുള്ള മസാല തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ 3 സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. നല്ല എരിവുള്ള മുളക് പൊടിയാണ്. 3 സ്പൂൺ എടുത്തിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമുക്ക് മുളക് പൊടിയുടെ ക്വാണ്ടിറ്റി കുറയ്ക്കുക കൂട്ടുകയൊക്കെ ചെയ്യാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ചിക്കൻ മസാലയും ഗരം മസാലയും ഒക്കെ ഞാൻ റെഡിമെയ്ഡായിട്ട് വാങ്ങിയതാണ്, ഇവിടെ ഉണ്ടാക്കിയതല്ല. ആവശ്യത്തിനുള്ള ഉപ്പ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, തൈര് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർത്താം. ഞാനിവിടെ ഒരു സ്പൂണിന് മേലെ ഒരു 1.5 സ്പൂണോളം ചേർത്തിട്ടുണ്ടാവും. ഇനി ഒരു അരമുറി ചെറുനാരങ്ങയുടെ നീര്, ഇതൊക്കെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം. വെള്ളം ചേർക്കാതെ വേണം നമ്മളിത് മിക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിൽ ഒരു 1.5 സ്പൂണോളം നമുക്ക് ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഈ മസാലകൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചിക്കനിൽ തേച്ച് കൊടുക്കണം. നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ഭാഗങ്ങൾ എല്ലാം നന്നായിട്ട് തന്നെ മസാലകൾ തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ ഈ മാരിനേറ്റ് ചെയ്തിട്ടുള്ള ചിക്കൻ നമുക്ക് ഇനി ഒരു മണിക്കൂറോളം ഫ്രിഡ്ജിൽ വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ ഗ്രില്ലിനായിട്ടുള്ള കരി ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഞങ്ങൾ ഇവിടെ നോർത്ത് സൈഡിൽ തണുപ്പ് കാലത്ത് ചൂട് കായാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ഇതിന് അങ്കൂട്ടി എന്നാണ് ഇതിൻ്റെ ഹിന്ദിയിൽ പറയുക. ഇതിന് മലയാളത്തിൽ എന്താ പറയാമെന്നറിയില്ല. അപ്പോൾ അതിലോട്ട് കരി ഇട്ടിട്ട് നമ്മളിതിനെ കത്തിച്ച് ഈ കനലിനെ റെഡിയാക്കുകയാണ്. ഈ കനലായതിനു ശേഷം നമുക്ക് ഗ്രില്ല് ചെയ്യാനുള്ള ഗ്രിൽ ബേസിലോട്ട് മാറ്റാം. അപ്പോൾ അതിന് മുമ്പ് ഇതൊന്ന് കത്തിച്ച് ഒന്ന് റെഡിയാക്കുകയാണ്. അപ്പോൾ ഇതിലാവുമ്പോൾ കുറച്ച് വേഗം നമുക്ക് കനൽ റെഡിയായിട്ട് കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്.
ഇനി നമുക്ക് നമ്മൾ 1 hour ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കൻ എടുത്തിട്ട് നമുക്ക് ഗ്രിൽ സ്റ്റിക്കിലോട്ട് കോർത്ത് വയ്ക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ എല്ലാ ചിക്കനും നമ്മൾ ഗ്രിൽ സ്റ്റിക്കിലോട്ട് കോർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ കനലും ഇതുപോലെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കനെല്ലാം നമ്മുടെ ഗ്രില്ലിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ കനലൊക്കെ ഇവിടെ റെഡിയാണ്. നമുക്കിനി ഓരോന്നായിട്ട് ഈ സ്റ്റിക്ക് ഗ്രിൽ ബേസിന് മുകളിൽ വെച്ച് കൊടുക്കാം. അങ്ങനെ എല്ലാ ഗ്രില്ലും നമ്മളിവിടെ വെച്ച് കൊടുത്തു. ഇനി നമുക്ക് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മറിച്ച് കൊടുക്കണം. അതിനൊപ്പം നമ്മൾക്ക് എണ്ണയോ ബട്ടറോ ഇടയ്ക്കിടയ്ക്ക് തടവി കൊടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ ചിക്കൻ ഒരുപാട് ഡ്രൈ ആയി പോകും. അപ്പോൾ അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് എണ്ണയോ അല്ലെങ്കിൽ ബട്ടറോ നമ്മൾ തടവി കൊടുക്കുന്നത്. നമ്മുടെ ഗ്രില്ല് ഒരു സൈഡ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ മറിച്ചിട്ടിട്ട് നമുക്ക് വീണ്ടും വേവിക്കാം. അപ്പോൾ ബാക്കി വന്നിട്ടുള്ള ഗ്രില്ലും ഇതുപോലെ തന്നെ നമ്മൾ ഈ ചിക്കൻ എല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ് നമ്മുടെ ഗ്രിൽ ചിക്കൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിലൊന്നും എപ്പോഴും ഇത് ട്രൈ ചെയ്യാൻ പറ്റില്ല. ഞങ്ങളിതൊരു പരീക്ഷണം പോലെ ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ് ചെയ്യുക. അതുപോലെ ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. Thanks for watching.